നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാബി അലോൺസോയുടെ മാജിക് തുടരുകയാണ്. ബൂണ്ടസ് ലീഗ ചാമ്പ്യന്മാരായ ബയർ ലെവർക്യൂസൻ ഇതാ അവരുടെ അപരാജിത കുതിപ്പ് 44ാമത്തെ മത്സരത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. യൂറോപ്പ ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദത്തില് കളിയുടെ 88 മിനിറ്റ് വരെ ഒരു ഗോളിന് പുറകിലായിരുന്നു. വീണ്ടും ആ മാജിക് സംഭവിക്കുന്നു. അവസാന ഘട്ടത്തിൽ ഗോൾ അടിക്കുന്നു. അതും ഫ്രിംപോങ് ആണ് ഗോൾ അടിക്കുന്നത്. എത്ര തവണ നമ്മൾ ഇത് കണ്ടിരിക്കുന്നു. 90 മിനിറ്റ് വരെ പിന്നിട്ട് നിൽക്കുന്നു, പിന്നെ ഗോൾ അടിക്കുന്നു, സമനിലയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ പിന്നെയും ഗോൾ അടിച്ച് വിജയത്തിലേക്ക് പോകുന്നു. ബയർ ലെവർക്യൂസൻ ആ രൂപത്തിലുള്ള പ്രകടനമാണ് ഈ ഒരു സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 44ാമത്തെ മത്സരത്തിലും അവർ അൺബീറ്റൺ ആയിരിക്കുന്നു. എന്തായാലും വെസ്റ്റ് ഹാം യുണൈറ്റഡിനെതിരെ ഈ മത്സരത്തിന്റെ തുടക്കത്തിൽ 13ാമത്തെ മിനിറ്റിൽ തന്നെ വെസ്റ്റ് ഹാം ലീഡ് എടുത്തതാണ്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലുമായിരുന്നു. അങ്ങനെ മത്സരം അവർ തോൽക്കും. ലെവർക്യൂസൻ തോറ്റാലും ഒരു ഗോളിന് തോറ്റാലും പ്രശ്നമില്ല എന്നതായിരുന്നു അവരുടെ സാഹചര്യം. കാരണം ആദ്യ പാദത്തിൽ 2-0 അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തോറ്റാൽ അവരുടെ അൺബീറ്റൻ സ്ട്രീക്ക് അവിടെ അവസാനിക്കും. അതിന് പക്ഷേ സാബി അലോൺസോയും സംഘവും സമ്മതിച്ചില്ല. അവസാനം ഫ്രിംപോങ് ഗോൾ അടിച്ചതോടെ രണ്ടാം പാദം 1-1 സമനിലയിലായി. അഗ്രിഗേറ്റ് സ്കോർ 1-3 വിജയിച്ചുകൊണ്ട് ബയർ ലെവർക്യൂസൻ യൂറോപ്പ ലീഗിന്റെ സെമി ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ്